ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള റവ കേസരിയാണ് കേട്ടോ. എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിലേക്ക് സ്നാക്സിലൊക്കെ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് അറിയേണ്ട കൂട്ടുകാർക്ക്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ റവ കേസരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് റവ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ കണക്കാണ് നമ്മൾ വെള്ളത്തിനൊക്കെ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ റവയ്ക്ക് അത്യാവശ്യം വേണ്ട വെള്ളമൊക്കെ ഈ ഒരു ഗ്ലാസിൻ്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഒഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാസ്സാണ് ഞാനിപ്പോൾ റവ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയുമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ട് പരിപാടിയിലോട്ട് കടക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെക്കണം. നെയ്യൊന്ന് ഫുള്ളായിട്ടൊന്ന് അലിഞ്ഞ് റെഡി ആവണം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട്. ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് വറുത്ത് കോരി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ അതേ പാനിലോട്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിങ്ങയൊക്കെ വറുക്കാനായിട്ട് നമ്മൾ നിറയെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ നെയ്യ് തന്നെ മതിയാവും. അപ്പോൾ ഇതൊന്ന് വറുത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും കഴിയും ഈ ഒരു കേസരി. നന്നായിട്ട് വറുത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കണേ. അപ്പോൾ റവയൊക്കെ വറുത്ത ഒരു നല്ല മണം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഗ്ലാസ് ആണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നന്നായിട്ട് ആ ഒരു റവൻ്റെ മണം വരും, ആ ഒരു വറുത്ത മണം ഉണ്ടല്ലോ അത് വരും. കരിയാതെ നോക്കണേ. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം കൊടുക്കാം. നമ്മൾ റവ എടുക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. വീണ്ടും 1 ഗ്ലാസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കട്ടയാവാതെ ഇതൊന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം.
ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തരിയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയി പോകുന്നുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതാ അവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് വെള്ളമൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. നമ്മൾ എടുത്ത ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ചെടുക്കാം. ഈ മധുരം നന്നായി ഇഷ്ടമുള്ള ആളുകൾക്ക് നന്നായി കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഫുൾ എല്ലായിടത്തും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നാച്ചുറൽ കളർ കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും. കുഞ്ഞ് ഗ്ലാസിൻ്റെയൊക്കെ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിൻ്റെ ആ ഒരു കളറും എല്ലാം ഒന്ന് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു ലൈറ്റ് മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ കളറും ഫ്ലേവറൊക്കെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു രീതിക്ക് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ കളറും ഒക്കെ ചേഞ്ച് ആവും. ഇവിടെ ഇപ്പോൾ നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഫ്ലേവർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നോർമൽ നമ്മുടെ റവ പഞ്ചസാര അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും വറുത്ത് വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂളിലേക്കൊക്കെ സ്നാക്സൊക്കെ ആക്കി കൊടുത്തു വിടുമ്പോൾ ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ട് കൊടുത്തു വിടുന്നതിനേക്കാളും നമുക്കിതുപോലെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നെയ്യ് ഫുള്ള് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് ഫുള്ളായിട്ട് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച റവ കേസരി ഉണ്ടല്ലോ, അത് ഈ പ്ലേറ്റിൽ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ദാ നമ്മുടെ ടേസ്റ്റി റവ കേസരി ഇത് അവിടെ പ്ലേറ്റിലോട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നെയ്യൊക്കെ പുരട്ടിയതിന് ശേഷമാണ് നമ്മൾ റവ കേസരിനെ ഇതിലോട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ടും ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി റവ കേസരി. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി റവ കേസരി ഇതാ ബൗളിൽ നിന്ന് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റിൽ വെച്ച റവ കേസരി കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താലോ ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ഫില്ല് ചെയ്ത് വെച്ച റവ കേസരി ഇതാ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ റവ കേസരിയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.